കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഉപ്പ പറഞ്ഞൊരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും, നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാർ എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷേ രോഗികളായിരിക്കും, അല്ലെ വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷേ നാല് ഭാഗത്ത് നോക്കിയിട്ടായിരിക്കുമല്ലോ റോഡ് മുറിച്ചെടുക്കുന്നു, നമ്മുടെ മുമ്പിലൂടെ പോകുന്നതൊക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഇരുട്ടായിരിക്കും മുമ്പിൽ. ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ, അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ പിന്നെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ 3 വഴികളിലൂടെ അതിൻ്റെ ആ ഒരു റൗണ്ട് സർക്കിൾ ഉണ്ടല്ലോ അവിടെ, റൗണ്ട് അബൌട്ട്, അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് ശരിക്കും. കാരണം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോവുക. എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, കാലങ്ങളായി ഹോസ്പിറ്റലുകൾക്ക് കൂട്ടിയിരിപ്പിന് വന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സായിട്ടുള്ള അവർ, സ്വന്തം മകന് വേണ്ടിയിട്ട് കാലങ്ങളായി നിൽക്കുന്ന ഉമ്മമാരുണ്ടാവും, ഉപ്പക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും, ഉപ്പമാരുണ്ടാവും മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന, സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും. അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പം ഓർമ്മയിലുണ്ടാവില്ല, അല്ലേ? നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണെന്ന് വിചാരിച്ച, എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേലത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെ ആയിരുന്നു ഇന്നത്തെ ചിന്തയിലെ ആ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.